പൊന്നോണത്തെ വരവേൽക്കാൻ മലയാളി മണ്ണൊരുങ്ങുമ്പോൾ ഓണപ്പൂക്കൾക്ക് തേടി ഇനിയും തമിഴ്നാട്ടിലേക്ക് മാത്രം നോക്കേണ്ട. ഹൈറേഞ്ചിന്റെ സ്വന്തം മണ്ണിൽ വിരിഞ്ഞ പൂക്കളുമായി ഇടുക്കി സേനാപതി തരിശായി കിടക്കുന്ന 1/2 ഏക്കർ ഭൂമിയെ പൂപ്പാടമാക്കി മാറ്റി. ഓണവിപണിയെ പുതിയൊരു വിജയഗാഥ തീർക്കുകയാണ് കർഷകനായ സിന്ധു കണ്ണൻ. ഏലക്കാടുകളുടെ സുഗന്ധം നിറഞ്ഞ ശാന്തംപാറയ്ക്കും ഉടുമ്പൻചോലയ്ക്കും മധ്യേ സേനാപതിയിലാണ് ഈ പൂവസന്തം. ഒരിക്കൽ നെൽകൃഷി ചെയ്തിരുന്ന ഭൂമി പിന്നീട് വർഷങ്ങളോളം തരിശായി കിടന്നു. ഈ ഭൂമി പാട്ടത്തിനടുത്താണ് വടക്കേക്കര വീട്ടിൽ സിന്ധു കണ്ണൻ പൂക്കൃഷിക്ക് തുടക്കമിട്ടത്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷണ കൃഷി നൽകിയ ആത്മവിശ്വാസം ഇത്തവണ വലിയൊരു പൂപ്പാടമൊരുക്കാനുള്ള പ്രചോദനമായി. ബംഗളൂരുവിൽ നിന്നെത്തിച്ച ഗുണമേന്മയുള്ള 4000-ഓളം ഹൈബ്രിഡ് തൈകൾ ജൂൺ മാസത്തിലാണ് പാടത്ത് നട്ടത്. ഇന്ന് മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ ചെണ്ടുമല്ലിയും വാടാമുല്ലയും ജമന്തിയും പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. തുടർച്ചയായ മഴ വെല്ലുവിളിയായെങ്കിലും കൃത്യമായ പരിചരണത്തിലൂടെ പ്രതികൂല കാലാവസ്ഥയെയും സിന്ധു അതിജീവിച്ചു. ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന അത്തപ്പൂക്കള മത്സരങ്ങൾക്കായി ഇതിനോടകം തന്നെ വൻതോതിൽ പൂക്കൾക്ക് ഓർഡറുകളും ലഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കാലാവസ്ഥ കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയുള്ള കൃഷി വന്നില്ല. ലാഭമാണ്. ആദ്യത്തെ മുതൽ മുടക്ക് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. പിന്നെ ഫ്രഷായ പൂ നമുക്ക് ഇവിടുന്ന് തന്നെ പറിക്കാമല്ലോ. നമുക്ക് തമിഴ്നാട്ടിൽ പോകണ്ട, കർണാടകയിൽ പോകണ്ട, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നമുക്ക് പൂ പറിക്കാം. പൂക്കൾ വാങ്ങാനെത്തുന്നവർ മാത്രമല്ല, ഈ പൂവസന്തം കാണാനും ചിത്രങ്ങളും സെൽഫികളും പകർത്തുന്നതിനുമായി സഞ്ചാരികളും സേനാപതിയിലെത്തുന്നുണ്ട്. ഏലത്തിനും തേയിലയ്ക്കും പേരുകെട്ട ഇടുക്കിയുടെ മണ്ണിൽ പൂക്കൃഷിക്കും സാധ്യതയുണ്ടെന്ന് തെളിയിക്കുകയാണ് സിന്ധു. തമിഴ്നാടൻ പൂക്കളെ മാത്രം ആശ്രയിച്ചിരുന്ന ഹൈറേഞ്ചിൽ ഇത്തവണ ഓണപ്പൂക്കൾ വിരിഞ്ഞത് സ്വന്തം മണ്ണിൽ തന്നെ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചായൻസ് ഗോൾഡ്.